ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ തരം എംബ്രോയിഡറി സ്റ്റിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ നോർമൽ എംബ്രോയിഡറി ത്രെഡ് തന്നെ എടുക്കുക. ഞാനിവിടെ 3 ഇഴ കോർത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റിച്ചിന് ആവശ്യമായത് 3 ഇഴയാണ്. അത് നമുക്ക് യഥാവിധം ഏത് സ്റ്റിച്ചാണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള നൂലുകൾ തിരഞ്ഞെടുത്ത് കോർത്ത് വെക്കുക. ഇതിന്റെ പേരാണ് ഡബിൾ ലേസി ഡേസി സ്റ്റിച്ച്. ലേസി ഡേസി സ്റ്റിച്ചിന്റെ തന്നെ വേറൊരു വേരിയേഷനാണ് ഡബിൾ ലേസി ഡേസി സ്റ്റിച്ച്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കാണാം. ആദ്യം തന്നെ മെല്ലെ സൂചി ഇങ്ങനെ താഴ്ത്തി പുറത്തേക്ക് എടുക്കുക. ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. ഇവിടെ അത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. നോർമൽ ചെയിൻ സ്റ്റിച്ച് ആദ്യം കൊടുക്കുക. ഇങ്ങനെ കൊടുത്ത് പുറത്തെടുക്കുക. എടുക്കുമ്പോൾ ടൈറ്റിലാക്കരുത്, കുറച്ച് ലൂസായിട്ട് പിടിക്കുക. ഒരു കണ്ണി നമ്മൾ ഇട്ട് കഴിഞ്ഞു, വല്ലാണ്ട് ടൈറ്റ് ആക്കരുത്. ശേഷം മെല്ലെ താഴ്ത്തി കൊടുക്കുക. അത് നമ്മൾ ലോക്കിട്ടു. ഇനി ഒന്നും കൂടി അതേ സ്ഥാനത്ത് തന്നെ ചെയ്തു പോരുക. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്ത ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെ ഒന്നും കൂടി അവിടെ നിന്ന് എടുത്ത് കുറച്ച് അകലെയായി കുത്തിയെടുക്കുക. ശേഷം ഈ നൂല് അതിനെ ചുറ്റിയെടുക്കുക. ഇങ്ങനെ ഇപ്പൊ നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ചിന്റെ പുറത്തായിട്ട് വേറൊരു ചെയിൻ സ്റ്റിച്ച് കിട്ടി. ഇതാണ്. എന്നിട്ടിത് ലോക്കിട്ടിടാം. ഇങ്ങനെ ചെയ്യുന്ന സ്റ്റിച്ചിന്റെ പേരാണ് ഡബിൾ ലേസി ഡേസി സ്റ്റിച്ച്. ലേസി ഡേസി സ്റ്റിച്ച് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഇടാം. എല്ലാവരും അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അതിനുശേഷം അതിന്റെ അതേമാതിരി ചെയ്യാവുന്ന വേറൊരു സ്റ്റിച്ചാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ഫ്ലവേഴ്സിലും ലീഫിലും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്റ്റിച്ചാണിത്. വീണ്ടും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നോർമൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. വല്ലാണ്ട് വലിക്കരുത്, കുറച്ച് ഒരു ലൂസാക്കി പിടിക്കണം. അതിനുശേഷം ഇത് ലോക്ക് ഇടുക. വീണ്ടും ചെയിൻ സ്റ്റിച്ച് സാധാ ചെയ്യുന്ന മാതിരി ഈ അരികുന്ന് തുടങ്ങി ഇവിടുന്ന് തന്നെ കുത്തി ഒന്നും കൂടി ദൂരെ കുറച്ച് അകലെയായിട്ട് നിർത്തി ഇങ്ങനെ ചുറ്റിയെടുക്കുക. അപ്പൊ കണ്ടോ, ഒരു ചെയിൻ സ്റ്റിച്ച് ഉള്ളിലും ഒരു ചെയിൻ സ്റ്റിച്ച് പുറത്തുമായിട്ട് കാണും. എന്നിട്ട് ഇത് ലോക്ക് ഇടുക. ഇതിനെയാണ് ഡബിൾ ലേസി ഡേസി സ്റ്റിച്ച് എന്ന് പറയാം. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ തുടർന്ന് ചെയ്തു പോരാം. ഇനി 2 വട്ടം ചുറ്റിയതിനു ശേഷം ലോക്ക് ഇടാൻ മറക്കരുത്. ഇത് നമ്മുടെ ഫ്ലവേഴ്സ് ആയിട്ടും, അതായത് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത ഉടുപ്പിലായാലും ചുരിദാറിലായാലും പിന്നെ ബ്ലൗസിന്റെ സ്ലീവ്സിലും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്റ്റിച്ചാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്ത ചെറിയൊരു മോട്ടീഫ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താം.
ഞാൻ ചെയ്ത ചെറിയൊരു മോട്ടീഫാണിത്. ഇതുപോലെയല്ല, ഇതിനേക്കാൾ നന്നായി എല്ലാവരും മക്കളുടെ ഉടുപ്പിലും പിന്നെ ചുരിദാറിന്റെ യോക്ക് പാർട്ടിലും ബ്ലൗസിലും ഒക്കെ ട്രൈ ചെയ്യണം. ചെയ്യുമ്പോൾ ഫ്ലവേഴ്സ് ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് അത് ഭംഗിയായിട്ട് ലേസി ഡേസി നമ്മുടെ ഡ്രസ്സിലൊക്കെ കാണുകയുള്ളൂ. എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന എല്ലാവരും വീണ്ടും കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒട്ടും മറക്കരുത്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.